ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. ദ ട്രയോ എന്ന പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് വാസ് ദ മേജർ ഓക്യുപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ എലിമാൻ സ്ട്രീറ്റ്? ഇതിൽ ജീവിക്കുന്ന ആൾക്കാരുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഇൻ എലിമാൻ സ്ട്രീറ്റ് വർ ഓയിൽ മോംഗേഴ്സ്. ഒട്ടുമിക്ക ആൾക്കാരും എന്താ ചെയ്തിരുന്നത്? ഓയിൽ മോംഗേഴ്സ് എന്ന് പറഞ്ഞാൽ എണ്ണ വ്യാപാരം അല്ലെങ്കിൽ എണ്ണ കച്ചവടക്കാരായിരുന്നു. ഓക്കെ. ഹൗ വാസ് റിവർ സരയു ഇൻ ദ മൂൺലൈറ്റ്? ചന്ദ്രപ്രകാശത്തിൽ, അതായത് രാത്രിയിൽ സരയു നദി എങ്ങനെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ദ റിവർ സരയു ഗ്ലിസ്റ്റൺ ലൈക്ക് എ സിൽവർ ബെൽറ്റ് അക്രോസ് ദ നോർത്ത് ഇൻ ദ മൂൺലൈറ്റ്. രാത്രിയിൽ ചന്ദ്രൻ്റെ പ്രകാശത്തിൽ സരയു നദി ആ വടക്ക് നീളം എന്താണ്? വെള്ളി കൊണ്ടുള്ള ഒരു ബെൽറ്റ് പോലെ തിളങ്ങി എന്നാണ് പറയുന്നത്. ഒരു വെള്ളി അരക്കെട്ട് പോലെ തിളങ്ങി എന്നാണ് പറയുന്നത്. ഗ്ലിസ്റ്റൺ എന്ന് പറഞ്ഞാൽ തിളങ്ങുക. ഓക്കെ. അടുത്ത ചോദ്യം, ഹൗ ഈസ് ദ ഈവനിങ് അറ്റ് ദ റിവർ ഡിസ്ക്രൈബ് ഹിയർ? സരയൂ നദീതീരത്തിലെ വൈകുന്നേരങ്ങൾ, സായാഹ്നങ്ങൾ എങ്ങനെയാണെന്നാണ് പറയുന്നത്. ദ റിവർ സാൻഡ് ബാങ്ക്സ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ ഈവനിങ് റിസോർട്ട് ഫോർ ഓൾ ദ പീപ്പിൾ ഇൻ ദ ടൗൺ. ദ ബ്രാഞ്ചസ് ഓഫ് പീപ്പിൾ ട്രീസ് ഓൺ ദ റിവർ ബാങ്ക് റസ്റ്റിൽ ഇൻ ദ ബ്രീസ്. Rustled in the breeze. The cries of the birds filled the air. The sky on the west was soft red in color. അപ്പോൾ സാധാരണ നദീതീരങ്ങൾ എങ്ങനെയാവും വൈകുന്നേരങ്ങൾ? നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ആ നദീതീരത്തായിരിക്കും സാധാരണ ആൾക്കാരൊക്കെ, ആ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഒത്തുകൂടുന്നത് അല്ലേ. ഈവനിങ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അവർക്കൊരു റിലാക്സേഷന് അല്ലേ, അവർക്ക് സമയം ചെലവഴിക്കാനുള്ളൊരു സ്ഥലമായിട്ട് അല്ലേ, നല്ല രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ളൊരു സ്ഥലമായിട്ട് ആൾക്കാർ എത്തിയിരുന്നത് ഈ സരയൂ നദിയുടെ തീരത്താണ്. പിന്നെന്താ പറയുന്നത്? ദ ബ്രാഞ്ചസ് ഓഫ് പീപ്പിൾ ട്രീസ് റസിൽഡ് ഇൻ ദ ബ്രീസ്. അവിടെ നിറയെ പീപ്പിൾ ട്രീസ്, അതായത് ആൽമരങ്ങൾ ഉണ്ടായിരുന്നു. ആ ആൽമരങ്ങളിലെ ഇലകളൊക്കെ കാറ്റത്ത് ഇങ്ങനെ റസ്സിൽ ചെയ്തിരുന്നു അല്ലേ. ആ കാറ്റ് വീശുമ്പോൾ ഇലകൾ അനങ്ങുന്ന ആ ശബ്ദത്തിനെയാണ് ഇവിടെ റസ്സിൽ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ. ദ ക്രൈസ് ഓഫ് ദി ബേർഡ്സ് ഫിൽ ദ എയർ. അവിടെയുള്ള കിളികളുടെ ശബ്ദമൊക്കെ ആ എയറിലാകെ അവിടെ ആകെ നിറഞ്ഞു നിന്നു എന്നാണ് പറയുന്നത്. പിന്നെന്താണ്? വൈകുന്നേരങ്ങളിൽ സ്കൈ എങ്ങനെയായിരിക്കും? ആകാശം എങ്ങനെയായിരിക്കും? അസ്തമിക്കുമ്പോൾ ആ സ്കൈ മുഴുവൻ, ആകാശം മുഴുവൻ ഒരു ചുവന്ന നിറമായി എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് സരയൂ നദീതീരത്തെ ഈവനിങ്ങിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, രാജം ഹാഡ് എ ഹീറോയിക് എൻട്രി ഇൻ ടു ദ ക്ലാസ്. ഡിസ്കസ് അല്ലേ. രാജം ഒരു ഹീറോ പോലെയാണ് ആ ക്ലാസ്സിലേക്ക് വന്നത്. അപ്പോൾ ആ വരവൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. രാജം made a grand entry into the class as a newcomer. He had impressed the whole class with his unique dressing and style. He looked very confident and was bold enough to return a jab in his ribs on the first day itself. അപ്പോൾ രാജം എങ്ങനെയാണ്? വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു എൻട്രി അല്ലേ, പ്രവേശനം തന്നെയാണ് ആ ക്ലാസ്സിലേക്ക് നടത്തിയത്. ഹി ഹാഡ് ഇംപ്രസ് ദ ഹോൾ ക്ലാസ് വിത്ത് ഹിസ് യുണീക്ക് ഡ്രസ്സിങ് ആൻഡ് സ്റ്റൈൽ. അവൻ്റേതായിട്ടുള്ള ഒരു ഡ്രസ്സിങ് സ്റ്റൈലും അല്ലേ, നല്ല രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് അവൻ വന്നിരുന്നത്. ഷൂവും സോക്സും ഒക്കെ ഇട്ടിട്ടാണ് അവൻ വന്നിരുന്നത്. അപ്പോൾ അവൻ്റെ ഡ്രസ്സിങ് കണ്ടിട്ട് എല്ലാവരും അതിനോട് ഇംപ്രസ്സായി അല്ലേ. അവിടെയുള്ള കുട്ടികളൊന്നും അത്ര കഴിവുള്ള കുട്ടികളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ഡ്രസ്സും വേഷഭൂഷാദികളും ഒക്കെ എല്ലാവരെയും ഇംപ്രസ് ചെയ്തു. ഹി ലുക്ക് വെരി confident and was bold enough to return a jab in his ribs on the first day itself. അവൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു, ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇടി, അവന് റിബ്സിൽ കിട്ടിയ ആ ഇടി ഫസ്റ്റ് ഡേ തന്നെ തിരിച്ചു കൊടുക്കാനുള്ള ധൈര്യവും അവന് ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു അവൻ്റെ രാജ്യത്തിൻ്റെ ഗ്രാൻഡ് ആയിട്ടുള്ള എൻട്രി. ഇനി ഹൗ വാസ് ദി ഡ്രസ്? അഞ്ചാമത്തെ ചോദ്യം, ഹൗ വാസ് ദി ഡ്രസ് ഓഫ് രാജം ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് അതേഴ്സ്? എങ്ങനെയാണ് രാജ്യത്തിൻ്റെ ഡ്രസ്സ് ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. രാജം വാസ് ഓൺലി ബോയ് ഇൻ ദ ക്ലാസ് ഹു വോർ സോക്സ് ആൻഡ് ഷൂസ്, ഫർ ക്യാപ്പ് ആൻഡ് ടൈ ആൻഡ് എ വണ്ടർഫുൾ കോട്ട് ആൻഡ് നിക്കേഴ്സ്. ആ ക്ലാസ്സിൽ ആകെ രാജം മാത്രമാണ് ഇങ്ങനെ സോക്സും ഷൂസും ഒക്കെ ഇട്ട് വന്നിരുന്നത്. ഫർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ടൈ ധരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു കോട്ടും നിക്കേഴ്സും ഒക്കെ അവൻ ഇട്ടിരുന്നു. അപ്പോൾ അത്രയും നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് അവൻ മാത്രമാണ് ആ ക്ലാസ്സിൽ വന്നിരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, വൈ വർ ദി ബോയ്സ് നോട്ട് കോൺഫിഡൻറ്റ് ടു സ്പീക്ക് ടു രാജം ഇൻ ഇംഗ്ലീഷ്? എന്തുകൊണ്ടാണ് ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ രാജത്തിനോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയത്, അവർക്ക് ആത്മവിശ്വാസം ഇല്ലാഞ്ഞത്? The boys heard rumors that he previously studied at some English medium boys' school in Madras.
They felt that he spoke like a European and only a few in the class could make out what he said. എന്താണ് അവിടെയുള്ള ആൺകുട്ടികളൊക്കെ റൂമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഗോസിപ്പുകൾ അല്ലേ. അപ്പോൾ ഇതിനു മുമ്പ് പഠിച്ചിരുന്ന സ്കൂള് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, മദ്രാസിലുള്ള ഏതോ വലിയ ഇംഗ്ലീഷ് സ്കൂളിലാണ് അവൻ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് എന്തും തോന്നി, അവൻ യൂറോപ്യൻസിൻ്റെ പോലെ അല്ലേ, പുറമെയുള്ള ആൾക്കാരുടെ പോലെയാണ് അവൻ സംസാരിക്കുന്നത്. അവൻ പറയുന്നത് മനസ്സിലാക്കാൻ തന്നെ ആ ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവനോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അവിടെയുള്ള കുട്ടികൾക്ക് ആത്മവിശ്വാസം ഇല്ലാഞ്ഞത്. ഓക്കെ അല്ലേ. നമ്മുടെ ക്ലാസ്സിൽ പുതിയൊരു കുട്ടി വന്നാൽ ചിലപ്പോൾ ദുബായിലൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടിയാവും, ചിലപ്പോൾ അവന് മലയാളമൊന്നും വലിയ വശം ഉണ്ടാവില്ല. അപ്പോൾ അവൻ ഇംഗ്ലീഷിലാവും സംസാരിക്കുക. അപ്പോൾ നമുക്ക് എന്താണ്, അവർ സംസാരിക്കുന്ന ആ ടോണും ലാംഗ്വേജും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഇംഗ്ലീഷ് തന്നെയാവും പറയുന്നത്, പക്ഷേ അവർ പറയുന്ന എല്ലാ വേർഡും ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുട്ടികളുടെ അടുത്ത് തിരിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും നമുക്കൊരു ആത്മവിശ്വാസ കുറവ് തോന്നും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, 7ാമത്തെ ചോദ്യം നോക്കാം. How did രാജം turn out to be a power in the class and a rival to money? എങ്ങനെയാണ് രാജം തൻ്റേതായ ഒരു സ്ഥാനം ആ ക്ലാസ്സിൽ നേടിയെടുത്തത്, അതുപോലെ തന്നെ മണിക്കൊരു റൈവൽ എതിരാളിയായത് എന്നാണ് ചോദിക്കുന്നത്. രാജം പ്രൂവ് ടു ബി എ വെരി ഗുഡ് സ്റ്റുഡൻറ്റ്. രാജം വളരെ നല്ലൊരു സ്റ്റുഡൻ്റായി തന്നെ കാണിച്ചു അല്ലേ, ചെയ്ത് കാണിച്ചു. ഹി സ്പോക്ക് ഇംഗ്ലീഷ് ലൈക്ക് എ യൂറോപ്യൻ ആൻഡ് വാസ് എ റെഗുലർ 70%. അവൻ എപ്പോഴും യൂറോപ്യൻ സ്റ്റൈലിലാണ് അല്ലേ, ആ ഒരു സ്ലാങ്ങിലാണ് ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നത്. അതുപോലെ തന്നെ റെഗുലറായി അവന് 70% മുകളിൽ മാർക്ക് ഉണ്ടായിരുന്നു. ആസ് എ റിസൾട്ട് ഹി വാസ് ഓൾവേസ് ഇൻ ദ ലൈം ലൈറ്റ് ആൻഡ് മണി വാസ് റെലിഗേറ്റഡ് ടു ദ ബാക്ക്ഗ്രൗണ്ട്. Moreover, he assumed a nonchalant attitude towards money, which he was not accustomed to. എന്താ ഇവിടെ പറയുന്നത്, രാജം വളരെ നല്ലൊരു സ്റ്റുഡൻ്റായിട്ട് പെട്ടെന്ന് തന്നെ എല്ലാ രീതിയിലും പ്രൂവ് ചെയ്തു. അവൻ ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നത് വളരെ നല്ല രീതിയിലായിരുന്നു. അവന് 70% മുകളിൽ എപ്പോഴും മാർക്ക് ഉണ്ടായിരുന്നു അല്ലേ. ഹി വാസ് ഓൾവേസ് ഇൻ ദ ലൈം ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ ആ സ്പോട്ട് ലൈറ്റ് ഇടില്ലേ, ആ സ്പോട്ട് ലൈറ്റിൽ എപ്പോഴും പ്രധാനപ്പെട്ട ആൾക്കാരാണ് ആ സ്പോട്ട് ലൈറ്റിൽ വന്ന് നിൽക്കുക. അതുപോലെ തന്നെ രാജം എപ്പോഴും ലൈം ലൈറ്റിലായിരുന്നു. അതായത് ആ ക്ലാസ്സിലെ ഏറ്റവും നല്ല കുട്ടി എന്നുള്ളൊരു പേര് അവൻ നേടിയെടുത്ത് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതുവരെ ആ ക്ലാസ്സിൽ മുന്നിട്ട് നിന്നിരുന്ന മണി ബാക്കിലേക്ക് പിന്തള്ളപ്പെട്ടു. മോറോവർ ഹി അസ്യൂംഡ് എ നോൺ ചലഞ്ച് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, മണിയോടൊരു നിസ്സംഗ മനോഭാവമാണ് ആര് കാണിച്ചിരുന്നത്, രാജം കാണിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുവരെ ക്ലാസ്സിൽ സ്റ്റാർ ആരായിരുന്നു, മണിയായിരുന്നു. അപ്പോൾ മണി പിന്തള്ളപ്പെട്ടു, രാജം വന്നതോടെ ആ ക്ലാസ്സിൽ പിന്തള്ളപ്പെട്ടു എന്നാണ് പറയുന്നത്. 8ാമത്തെ ചോദ്യം. വാട്ട് വാസ് സ്വാമിനാഥൻസ് ഫിയർ വെൻ ഹി വാസ് ടോൾഡ് അബൌട്ട് മണീസ് ഇൻറ്റൻഷൻ. അപ്പോൾ മണി പറഞ്ഞു മണിയുടെ ഉദ്ദേശങ്ങൾ, ഇൻറ്റൻഷൻസ് ഇതൊക്കെയാണെന്ന് മണി പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ സ്വാമിനാഥന് എന്തുകൊണ്ടാണ് പേടി തോന്നിയത്? സ്വാമിനാഥൻ എക്സ്പ്രസ്ഡ് എ സ്ലൈറ്റ് ഫിയർ ദാറ്റ് രാജംസ് ഫാദർ വാസ് ദി പോലീസ് സൂപ്പറിൻറ്റൻഡൻറ്റ് അല്ലേ. രാജ്യത്തിൻ്റെ ഫാദർ എവിടെയാണ്, രാജ്യത്തിൻ്റെ അച്ഛൻ ഒരു പോലീസുകാരനാണ്, പോലീസ് സൂപ്പറിൻറ്റൻഡൻ്റാണ്. അപ്പോൾ ഇവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അദ്ദേഹം അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവുമെന്ന് ആർക്കറിയാമായിരുന്നു, സ്വാമിനാഥന് അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവന് എന്ത് തോന്നിയത്, പേടി തോന്നിയത്. അടുത്ത ചോദ്യം. വാട്ട് ഡിഡ് മണി കോൾ സ്വാമിനാഥൻ ഫോർ ബീങ് എഫ്രെയ്ഡ് ഓഫ് പോലീസ്മാൻ? മണി സ്വാമിനാഥനെ എന്ത് പേരാണ് വിളിച്ചത്, അവന് പോലീസുകാരെ പേടിയാണെന്ന് പറഞ്ഞപ്പോൾ? എ മിൽക്ക് ടൂത്ത് കവേർഡ് അല്ലേ, പാൽപ്പല്ലുള്ള ഒരു ഭീരുവാണ് എന്നാണ് സ്വാമിനാഥനെ പറ്റി മണി പറഞ്ഞത്. അതാണ് മിൽക്ക് ടൂത്ത് കവേർഡ്. ഇനി അടുത്ത ചോദ്യം. ഹൗ സ്പ്ലെൻഡിഡ് ഇറ്റ് വുഡ് ഹാവ് ബീൻ അക്കോർഡിംഗ് ടു മണി വാട്ട് ഈസ് മിസ്സിങ് ഇൻ ദാറ്റ് ഫൈൻ ഈവനിങ്? മണി പറയുന്നുണ്ട് അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലൊരു ഈവനിങ് ആവുമായിരുന്നു, ഒരു വൈകുന്നേരം ആവുമായിരുന്നു എന്ന് മണി പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ മിസ്സിങ് ആയിരുന്നത്? ലൈം പിക്കിൾസ് ആണ് അവിടെ മിസ്സിങ് ആയിരുന്നത്. ഇനി 11ാമത്തെ ചോദ്യം. Why did Rajam and Mani need a code of communication between them? Who was it? രാജവും മണിയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടക്കാൻ ഒരു ചരട് അല്ലെങ്കിൽ ഇടയിൽ ഒരു കാര്യം, ഒരാൾ ആവശ്യമായിരുന്നു. ആരായിരുന്നു അത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കോഡിൻ്റെ ആവശ്യം അവർക്ക് വന്നത് എന്നാണ് ചോദിക്കുന്നത്. രാജം ആൻഡ് മണി നീഡഡ് എ കോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിക്കോസ് they were not on talking terms. The code was സ്വാമിനാഥൻ. എന്താണ്?
രാജവും മണിയും തമ്മിലൊരു കോഡ്, ഒരു ചരടിൻ്റെ ആവശ്യം വന്നത് എന്തുകൊണ്ടാണ്? അവർ തമ്മിൽ സംസാരിക്കാനുള്ള ഒരു ടേംസിലായിരുന്നില്ല അല്ലേ? അവർ തമ്മിൽ അത്ര നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പിലോ ഒന്നും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഇടയിൽ ഒരു കോഡായിട്ട് അവിടെ ആര് വന്നത്? സ്വാമിനാഥൻ പ്രവർത്തിച്ചത് എന്നാണ് പറയുന്നത്. ഇനി 12ാമത്തെ ചോദ്യം, വാട്ട് മേഡ് ദ ടീച്ചർ കോൾ സ്വാമിനാഥൻ? എന്തുകൊണ്ടാണ് സ്വാമിനാഥനെ ടീച്ചർ വിളിച്ചത്? ദ ടീച്ചർ കോൾ സ്വാമിനാഥൻ ബിക്കോസ് he noticed that Swaminathan was not attentive in the class. He was collecting the note from Mani and giving it to Rajam. എന്തുകൊണ്ടാണ് സ്വാമിനാഥനെ വിളിച്ചത്? ടീച്ചർക്ക് മനസ്സിലായി സ്വാമിനാഥൻ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലേ? അവൻ ബിസി ആയിരുന്നു. എന്തിലായിരുന്നു ബിസി? മണിയുടെ നോട്ടൊക്കെ കളക്ട് ചെയ്തിട്ട് അത് ആർക്ക് കൊടുക്കായിരുന്നു? രാജമിന് കൊടുക്കായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ബിസി ആയതുകൊണ്ട് തന്നെ സ്വാമിനാഥൻ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നില്ല. ഇതുമൂലമാണ് ടീച്ചർ സ്വാമിനാഥനെ വിളിച്ചത്. ഓക്കെ, 13ാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ പണിഷ്മെൻറ്റ് സ്വാമി ഗോട്ട് ഫ്രം ദ ടീച്ചർ? എന്ത് പണിഷ്മെൻ്റാണ് സ്വാമിക്ക് കിട്ടിയത്? സ്വാമി വാസ് ആസ്ക്ഡ് ടു സ്റ്റാൻഡ് ഓൺ ദ ബെഞ്ച്. സ്വാമിയോട് എന്ത് പറഞ്ഞു? ആ ബെഞ്ചിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ ടീച്ചർ പറഞ്ഞു. 14ാമത്തെ ചോദ്യം, വാട്ട് വാസ് സ്വാമിനാഥൻ ഡൂയിങ് ആഫ്റ്റർ ഹി ഗോട്ട് ദ പണിഷ്മെൻറ്റ്? ആ ഒരു പണിഷ്മെൻറ്റ് അല്ലേ, അവന് ആ ശിക്ഷ ലഭിച്ചപ്പോൾ സ്വാമിനാഥൻ എന്താണ് ചെയ്തത്? Standing on the bench, Swaminathan stood well over the whole class. He could see so many heads and he classified them according to the caps. There were 4 red caps, 25 Gandhi caps, 10 fur caps on and so on. അപ്പോൾ ആ ബെഞ്ചിൻ്റെ മുകളിൽ കയറി നിന്നപ്പോൾ സ്വാമിനാഥന് ക്ലാസ് മുഴുവൻ നന്നായി കാണാൻ പറ്റി അല്ലേ? ക്ലാസ്സിലുള്ള കുറേ ആൾക്കാർ തലകൾ അവൻ കണ്ടു. അപ്പോൾ അവൻ എന്താ ചെയ്തത്? അവൻ അതിനെ തരം തിരിച്ചു. പലരും ഗാന്ധി തൊപ്പി വെച്ചിട്ടുണ്ട്. ഒരു 25 പേരോളം ഗാന്ധി തൊപ്പി വെച്ചിട്ടുണ്ട്. 4 പേര് ചുവന്ന തൊപ്പി വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. 10 പേര് ഫർ ക്യാപ്പ് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ ക്ലാസിഫൈ ചെയ്തു അല്ലേ? ബെഞ്ചിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് പണിഷ്മെൻ്റ് ആണെങ്കിലും അവൻ ആ ഒരു കാര്യം ആസ്വദിച്ചു എന്നാണ് പറയുന്നത്. ഇനി 15ാമത്തെ ചോദ്യം, ദി സർവീസസ് ഓഫ് ദി മീഡിയേറ്റർ ടേൺ നീഡ്ലെസ് ഇൻ ദ ലേറ്റർ പാർട്ട് ഓഫ് കോൺവെർസേഷൻ. ഹൗ ഡിഡ് ദേ കമ്മ്യൂണിക്കേറ്റ് ദെൻ? ലാസ്റ്റൊക്കെ എത്തുമ്പോഴേക്കും അങ്ങനെ ഒരു മീഡിയേറ്റർ, നമ്മൾ പറഞ്ഞു സ്വാമിനാഥൻ ഒരു കോഡായി പ്രവർത്തിച്ചു അവർക്ക് ഇടയിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മീഡിയേറ്റർ, ഇടനിലക്കാരൻ്റെ ആവശ്യം പിന്നീട് അവർക്കുണ്ടായില്ല. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ നോക്കാം. Rajam and Mani later on could not wait for Swaminathan to repeat their words. They shouted to each other. അതുവരെ രാജം മണിയോട് പറയാനുള്ള കാര്യങ്ങൾ സ്വാമിനാഥനോട് പറയും, സ്വാമിനാഥൻ അത് മണിയോട് പറയും. മണിയും തിരിച്ചങ്ങനെ തന്നെയാണ്, രാജ്യത്തിനോട് പറയാനുള്ള കാര്യങ്ങൾ സ്വാമിനാഥനോട് പറയും, സ്വാമിനാഥൻ അത് രാജ്യത്തിനോട് പറയും. അങ്ങനെയാണ് ചെയ്തിരുന്നത്. പക്ഷെ ലാസ്റ്റ് എത്തിയപ്പോഴേക്കും അവർക്ക് അതിനുള്ള ക്ഷമ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? സ്വാമിനാഥൻ പറഞ്ഞ് അത് കേൾക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ട് ചെയ്തുകൊണ്ടേയിരുന്നു, ഒച്ച വെച്ചുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഉറക്കെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ സ്വാമിനാഥന് അവർ പറയുന്ന കാര്യങ്ങൾ വീണ്ടും പറയേണ്ട ആവശ്യം വന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ ഫൈനൽ സെറ്റിൽമെൻറ്റ് ഓഫ് ദെയർ ആർഗ്യുമെൻറ്റ്? ആ ഒരു വഴക്കും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ സെറ്റിൽമെൻറ്റ്, അവസാനം ഒത്തുതീർപ്പ് എങ്ങനെയായിരുന്നു? The final settlement was that neither of them would come with guards. If anything happened to Rajam, he would keep it out of his father's knowledge. അപ്പോൾ അവസാനം അവർ ഒത്തുതീർപ്പിലെത്തിയത് എങ്ങനെയാണ്? അവർ പറഞ്ഞു ആര് വരികയാണെങ്കിലും അവരുടെ കൂടെ ഗാർഡ്സ് ഒന്നും വേറൊരാളും ഉണ്ടാവാൻ പാടില്ല അല്ലേ? അതുപോലെ തന്നെ രാജ്യത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ രാജ്യം ഒരിക്കലും അത് പോലീസ് ഓഫീസറായ തൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയാൻ പാടില്ല എന്നും ആണ് അവർ വ്യവസ്ഥകൾ വെച്ചത്. ഓക്കെ, ആ ക്ലബും കൈപിടിച്ചിരിക്കുമ്പോൾ മണിയുടെ മനസ്സിൽ വരുന്ന ചിന്തകളും ഡൗട്ട്സും ഒക്കെ എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. നോക്കാം. ഹി തോട്ട് ഹി വുഡ് ബ്രേക്ക് രാജംസ് ഹെഡ് ആൻഡ് ത്രോ ഹിസ് ബോഡി ഇൻ ടു ദ റിവർ, ബട്ട് ദർ വാസ് എ പോസിബിലിറ്റി ഓഫ് ദ ബോഡി ബീയിങ് റിക്കവേർഡ്. അവൻ എന്താ ആലോചിച്ചു? ആദ്യം രാജ്യത്തിൻ്റെ ഹെഡ്, തല പൊട്ടിച്ചിട്ട് അവൻ്റെ ബോഡി, അവൻ്റെ ശവശരീരം ആ വെള്ളത്തിലേക്ക്, ആ നദിയിലേക്ക് വലിച്ചെറിയാമെന്ന് അവൻ ചിന്തിച്ചു. പക്ഷെ എന്താണ്, ഒരു പോസിബിലിറ്റി ഉണ്ട്, ചിലപ്പോൾ അവൻ്റെ ആ ശരീരം ആ വെള്ളത്തിൽ നിന്ന് കണ്ടെടുത്തേക്കാം എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്, ഒരു ചാൻസ് ഉണ്ട്. ബട്ട് ദെൻ നോബഡി വുഡ് നോ ഹി ഹാഡ് ഡൺ ഇറ്റ്. Mani doubted whether Rajam's spirit would disturb him and pull his hair at night if he had killed him. അപ്പോൾ എന്താണ് വിചാരിക്കുന്നത്? ആദ്യം അവൻ വിചാരിച്ചു രാജ്യത്തിൻ്റെ ഹെഡ്, തല ആ ക്ലബ് കൊണ്ട് പൊട്ടിച്ചിട്ട് അല്ലേ, തല എങ്ങനെയെങ്കിലുമൊക്കെ പൊട്ടിച്ചിട്ട് അവനെ ആ നദിയിലേക്ക് വലിച്ചെറിയാം
എന്ന് തീരുമാനിച്ചു അല്ലെങ്കിൽ ചിന്തിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവൻ ആലോചിച്ചു, ചിലപ്പോൾ ആ ബോഡി ആ വെള്ളത്തിൽ നിന്ന് റിക്കവർ ചെയ്തേക്കാം, ആരെങ്കിലും ആ ശവശരീരം കണ്ടെടുത്തേക്കാം. അങ്ങനെയാണെങ്കിലും രാജ്യത്തിനെ ആരാണ് കൊന്നു തള്ളിയതെന്ന് ആരും അറിയാൻ വഴിയില്ല, അല്ലേ? അപ്പം അങ്ങനെയൊക്കെയാണ് അവൻ ചിന്തിച്ചത്. പിന്നെ അവൻ്റെ പേടി എന്തായിരുന്നു, ഇനി അവനെ കൊന്നു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ സ്പിരിറ്റ്, അല്ലേ, രാജ്യം പ്രേതമായി വന്നിട്ട് അവനെ ഇനി ബുദ്ധിമുട്ടിക്കുമോ എന്നൊക്കെയാണ് അവൻ ചിന്തിച്ചത്. അപ്പം അങ്ങനെ പല ചിന്തകളിലൂടെയും മണി കടന്നുപോയി. ഓക്കെ, അടുത്ത ചോദ്യം, ഹൗ ഡിഡ് രാജം അപ്പിയർ ബിഫോർ ഹിം? എങ്ങനെയാണ് മണിയുടെ മുമ്പിലേക്ക് രാജം വന്നത്? ഹി അപ്പിയർഡ് ബിഫോർ ദം ഡ്രെസ്ഡ് ഇൻ കാക്കി carrying an air gun that was given to him on his birthday. അവൻ കാക്കി ഡ്രസ്സിലാണ് വന്നത്. അവൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു എയർ ഗൺ ഉണ്ടായിരുന്നു. അത് അവന് ബർത്ത്ഡേക്ക് പ്രസൻ്റായി കിട്ടിയതായിരുന്നു. ഓക്കെ, 19ാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് രാജം ഡു ടു ഫ്രൈറ്റൻ മണി? എന്താണ് രാജം ചെയ്തത് മണിയെ ഫ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി, പേടിപ്പിക്കാൻ വേണ്ടി? ഹി ഫയർഡ് എ ഷോട്ട് ഇൻ ടു ദ എയർ, അല്ലേ, ആ എയറിലേക്ക് അവൻ ആ എയർ ഗൺ കൊണ്ട് ഒരു ഷോട്ട് ഫയർ ചെയ്തു. ആ ശബ്ദം കേട്ട് മണി പേടിച്ചു. 20ാമത്തെ ചോദ്യം, വാട്ട് മെയ്ഡ് മണി ഹാങ് ഡൗൺ ഹിസ് ഹെഡ്? എന്തുകൊണ്ടാണ് മണിക്ക് തല താഴ്ത്തേണ്ടി വന്നത്? മണി ഹാങ് ഡൗൺ ഹിസ് ഹെഡ് ബിക്കോസ് ഹി ഹാഡ് നോട്ട് ടോൾഡ് രാജം ദാറ്റ് ഹി വുഡ് കം വിത്ത് എ ക്ലബ് ദാറ്റ് വാസ് എ ബ്രീച്ച് ഓഫ് ദ പ്രോമിസ്. മണി ഒരിക്കലും ആരോട് പറഞ്ഞിരുന്നില്ല, രാജ്യത്തിനോട് പറഞ്ഞിരുന്നില്ല അവൻ ആ സ്റ്റിക്ക് എടുത്തിട്ടാണ് വരാൻ പോകുന്നതെന്ന്. ആരോട് പറഞ്ഞിരുന്നില്ല, രാജ്യത്തോട് പറഞ്ഞിരുന്നില്ല. അത് അവരുണ്ടാക്കിയ ആ ഒരു പ്രോമിസിൽ, അല്ലേ, അവർ പറഞ്ഞിരുന്നു അവർ ഒറ്റയ്ക്കാണ് വരിക എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ചെയ്ത പ്രോമിസിന് എതിരായിട്ടാണ് ആ ഒരു ക്ലബ്ബ് മണി അവൻ്റെ കൂടെ കൊണ്ടുവന്നത്. പ്രോമിസ് അവൻ പാലിക്കാതിരുന്നത് കൊണ്ടാണ് മണിക്ക് തല താഴ്ത്തി ഇരിക്കേണ്ടി വന്നത്. ഓക്കെ, 21ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു മണി വാട്ട് വാസ് ദ റീസൺ ഫോർ ഹിസ് ഹേറ്റ്രഡ് ടുവേർഡ്സ് രാജ്യം? അപ്പോൾ എന്താണ് രാജ്യത്തിനോടുള്ള ഹേറ്റ്രഡിൻ്റെ, ദേഷ്യത്തിൻ്റെ കാരണം എന്നാണ് ചോദിക്കുന്നത് മണിക്ക്. രാജം ഹാഡ് കോൾ മണി എ സ്നീക്ക് ബിഫോർ സമ്മൺ. ആരുടെയോ മുമ്പിൽ വെച്ച് രാജം മണി ഒരു സ്നീക്കാണ്, ഒരു സ്നീക്കാണെന്ന് പറഞ്ഞത്. സ്നീക്ക് എന്ന് പറഞ്ഞാൽ ഏഷണി കൂട്ടുന്നവൻ, പതുങ്ങി നടക്കുന്നവൻ, കള്ളൻ എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ മണി ഒരു സ്നീക്കാണെന്ന് രാജ്യം ആരോടോ പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് മണിക്ക് രാജ്യത്തിനോട് ദേഷ്യമുണ്ടാവാനുള്ള കാരണം. ഓക്കെ, 22ാമത്തെ ചോദ്യം, നൗ ദിസ് വാസ് എ ഹാപ്പിയസ്റ്റ് കൺക്ലൂഷൻ ടു ഓൾ ദ അൺവാണ്ടഡ് ട്രബിൾ. ഹൗ ഡിഡ് ദേ സെറ്റിൽ ദ ഇഷ്യൂ? അപ്പോൾ ആ ആവശ്യമില്ലാത്ത ആ വഴക്കുകൾക്കൊക്കെ ഇതായിരുന്നു സന്തോഷപരമായ ഒരു അന്ത്യമെന്ന് നമുക്ക് പറയാം. എന്തായിരുന്നു, എങ്ങനെയാണ് ആ ഇഷ്യൂ ഇല്ലാതായത്? രാജം said he never called money a sneak. If this was the only reason for Mani's anger, he should forget it and they should become friends. അല്ലേ, രാജൻ പറഞ്ഞു മണിയെ ഒരിക്കൽ പോലും അവനൊരു സ്നീക്കാണെന്ന് ആരുടെ മുമ്പിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് എന്നോട് ദേഷ്യമെങ്കിൽ ആ ഒരു ദേഷ്യത്തിൻ്റെ കാര്യമേ ഇല്ല എന്ന് രാജം മണിയോട് പറയുന്നു. അതുമാത്രമല്ല, നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ആവാമെന്നും രാജം പറയുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോഴെന്താണ്, മണി എഗ്രീഡ്. മണി അപ്പോൾ തന്നെ അതിന് സമ്മതിച്ചു. രാജം ലോവേർഡ് ഹിസ് ഗൺ ആൻഡ് മണി ഡ്രോപ്പ് ഹിസ് ക്ലബ്. ദ ഇഷ്യൂ വാസ് thus settled. രാജം അവൻ്റെ ഗണ്ണ് താഴേക്കിടുന്നു. അതുപോലെ തന്നെ മണി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ക്ലബും, അല്ലേ, ആ ഒരു ക്ലബും താഴേക്കിടുന്നു. അങ്ങനെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇഷ്യൂ സെറ്റിലായി, അല്ലേ, ഇഷ്യൂ അവിടെ ഇല്ലാതായി. അവർ രണ്ടുപേരും ഫ്രണ്ട്സായി. ഇനി 23ാമത്തെ ചോദ്യം, ഹൗ ഡിഡ് രാജം ഷോ ഹിസ് ഗുഡ് വിൽ? രാജം എങ്ങനെയാണ് അവൻ്റെ ഗുഡ് വിൽ, അവന് ഫ്രണ്ട്സ് ആവാൻ താല്പര്യമുണ്ടെന്ന് കാണിച്ചത്? ഹി ഷോഡ് ഹിസ് ഗുഡ് വിൽ ബൈ പുള്ളിങ് ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് ഹാഫ് എ ഡസൻ ബിസ്ക്കറ്റ്. അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു 1/2 ഡസൻ ബിസ്ക്കറ്റ് പുറത്തേക്ക് എടുത്തുകൊണ്ട് അത് ആർക്ക് നേരെ നീട്ടി? അത് മണിക്ക് നേരെ നീട്ടി. അങ്ങനെയാണ് അവന് ഫ്രണ്ട്സ് ആവാൻ താല്പര്യമുണ്ടെന്നുള്ളൊരു കാര്യം മണിയെ അറിയിച്ചത്. അടുത്തത് ലെറ്റ്സ് റീവിസിറ്റ് ആൻഡ് റിഫ്ലക്റ്റ് ആണ്. റിവർ സരയു വാസ് ദി പ്രൈഡ് ഓഫ് മാൽഗുഡി. മാൽഗുഡിയുടെ അഹങ്കാരമാണ് എന്ന് പറയാം, അല്ലേ, സരയു നദി. എന്തുകൊണ്ടാണ് ആർ.കെ. നാരായൺ അങ്ങനെ പറയുന്നത്? The banks of the river Saryu was an evening resort for the villagers and the distinguished guests alike. The river Saryu in the moonlight glistened like a silver belt, which was charming sight for all the visitors to the village. അല്ലേ, സരയു നദീതീരത്താണ് വൈകുന്നേരത്തിൽ ആൾക്കാർ ഒത്തുകൂടാൻ. ഓക്കെ, അത്രയും നല്ലൊരു സ്ഥലമായിരുന്നു ആ സരയു നദീതീരം. അപ്പോൾ അവിടെ താമസിക്കുന്നവർക്ക് മാത്രമല്ല, അവിടെ പുറമെ നിന്ന് വരുന്നവർക്കും ആ ഒരു നദീതീരത്തിൽ പോകാനും ഈവനിങ് അവിടെ ചെലവഴിക്കാനും ഇഷ്ടമായിരുന്നു. പിന്നെ എങ്ങനെയാണ് രാത്രി ആയി കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ ആ പ്രകാശത്തിൽ
സിൽവർ ബെൽറ്റ് പോലെ സരയൂ നദി അങ്ങനെ പ്രകാശിക്കുമായിരുന്നു. അത് പുറമെ നിന്ന് ഈ നദി കാണാൻ വരുന്നവരെ അല്ലെങ്കിൽ മാൽഗുഡി കാണാൻ വരുന്നവരെ വളരെയധികം ആകർഷിച്ചിരുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി why did the teacher punish Swaminathan? What was the punishment? How did he feel it? ടീച്ചർ എന്തിനാണ് സ്വാമിനാഥനെ പണിഷ് ചെയ്തത്? എന്ത് പണിഷ്മെൻ്റ് ആണ് അവന് കൊടുത്തത്? അവന് എന്താണ് തോന്നിയത്? The teacher punished him for being inattentive in the class. എന്തിനാണ് പണിഷ്മെൻറ്റ് കൊടുത്തത്, ശിക്ഷ കൊടുത്തത്? സ്വാമിനാഥൻ ക്ലാസ്സിൽ ഒട്ടും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. He was asked to stand up on the bench and was glad to accept the punishment because he was relieved of the cane. അവനോട് എന്താ പറഞ്ഞത് ടീച്ചർ? ബെഞ്ചിൻ്റെ മുകളിൽ കയറി നിൽക്കാനാണ് പറഞ്ഞത്. അവനത് കേട്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത്. കാരണം എന്താണ്, അവൻ അടി കിട്ടിയില്ലല്ലോ, ബെഞ്ചിൻ്റെ മുകളിൽ കയറി നിൽക്കുകയല്ലേ വേണ്ടു എന്നാണ് അവൻ ആ സമയത്ത് ആലോചിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, വൈ ഡിഡ് മണി തിങ്ക് ദാറ്റ് രാജം വാസ് ഹിസ് റൈവൽ? എന്തുകൊണ്ടാണ് മണിക്ക് തോന്നിയത് രാജം തൻ്റെ എതിരാളിയാണെന്ന്? രാജം വാസ് എ ന്യൂ കമർ ആൻഡ് ബിക്കേം ദി ന്യൂ പവർ ഓഫ് ദ ക്ലാസ് ആസ് ഹി എക്സെൽഡ് ഓൾ അതേഴ്സ് ഇൻ എവരി ആസ്പെക്ട്. പുതിയൊരു കുട്ടിയായിരുന്നു, അവന് നല്ല രീതിയിൽ ഇംഗ്ലീഷ് അറിയാമായിരുന്നു, അവൻ്റെ ഡ്രസ്സിംഗ് ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അവൻ ക്ലാസ്സിലെ പുതിയൊരു പവറായി മാറി. ബാക്കിയുള്ള എല്ലാ കുട്ടികളെയും എല്ലാ കാര്യങ്ങളിലും അവൻ എക്സൽ ചെയ്തു. അവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും അവൻ മുന്നിട്ട് നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മണിക്ക് രാജം ഒരു റൈവലായി തോന്നിയത്. ഓക്കെ, അടുത്ത ചോദ്യം, മണി വാസ് പ്ലാനിങ് ടു കിൽ രാജം വിത്ത് ഹിസ് വുഡൻ ക്ലബ്. ബട്ട് വാട്ട് വാസ് ദ തോട്ട് ദാറ്റ് സ്റ്റോപ്ഡ് ഹിം? മണി എന്താ വിചാരിച്ചത്? രാജത്തെ ആ വുഡൻ ക്ലബ്ബ് വെച്ചിട്ട്, ആ മരത്തിൻ്റെ ക്ലബ്ബ് വെച്ചിട്ട് അല്ലേ അവനെ അടിച്ചു വീഴ്ത്താമെന്ന് വിചാരിച്ചു. പക്ഷേ ഏതൊരു ചിന്തയാണ് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്? The thought of Rajam's ghost coming and troubling him at night changed his plan. രാജത്തിൻ്റെ ഗോസ്റ്റ് അല്ലേ, പ്രേതം രാത്രി വന്ന് അവനെ ബുദ്ധിമുട്ടിക്കുമെന്ന് ആർക്ക് പേടിയുണ്ടായിരുന്നു? മണിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തോട്ട് കൊണ്ടാണ് അവൻ രാജ്യത്തെ ഇടുന്നതിൽ നിന്ന് പിന്മാറിയത്. ഓക്കെ, അടുത്തത്, ദ സ്റ്റോറി എൻഡ്സ് വിത്ത് ദ സെൻറ്റൻസ് സ്വാമിനാഥൻ ഫെൽറ്റ് അറ്റ് പെർഫെക്റ്റ് പീസ് വിത്ത് ദ വേൾഡ്. വൈ ഡിഡ് ഹി ഫീൽ അറ്റ് പെർഫെക്റ്റ് പീസ് വിത്ത് ദ വേൾഡ്? എന്താണ് സ്റ്റോറി അവസാനിക്കുന്നത് എങ്ങനെയാണ്? സ്വാമിനാഥന് എന്താ തോന്നുന്നത്, വല്ലാത്തൊരു ശാന്തി തോന്നി എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവനെ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായത്? സ്വാമി വാസ് റിലീവ്ഡ് ദാറ്റ് ഓൾ ദി ഇഷ്യൂസ് എമംഗ് ദ ബോയ്സ് വർ റിസോൾവ്ഡ് ആൻഡ് പാച്ച് അപ്പ് ആൻഡ് സോ ഹി ഫെൽറ്റ് അറ്റ് പെർഫെക്റ്റ് പീസ്. അപ്പോൾ അവൻ്റെ കൂട്ടുകാരല്ലേ, അവന് ഇഷ്ടപ്പെട്ട രണ്ടുപേരും രാജവും മണിയും തമ്മിൽ ഇപ്പോൾ വഴക്കോ വിദ്വേഷമോ ഒന്നുമില്ല. അവർ നല്ല ടേംസിൽ എത്തിയിരിക്കുന്നു അല്ലേ, അവർ പാച്ചപ്പ് ചെയ്തിരിക്കുന്നു എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ടാണ് അവന് അത്രയും നല്ലൊരു തോന്നിയത്, സമാധാനം തോന്നിയത്. അപ്പോൾ ഇത്രയാണ് ഈ ലെസണിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്